ഇപ്പഴ വരണേ ഞങ്ങളെ പോന്നതാ. നല്ല വെയില്, നല്ല വൈബുണ്ടാവും ചാടിയ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. പക്ഷേ പെരുന്നാളായിടാ. ധോണിയെ ഡ്രസ് എടുക്കാൻ പോണ്ട നമുക്ക്. ഡ്രസ് എടുക്കണ അവിടെ നിക്ക്, മുടി വെട്ടണ്ടേ? നീ കഴിഞ്ഞോട്ടത്തെ പോലെ ആകലമ്പാവും മുടി വെട്ടല്. അപ്പൊ എനിക്ക് ഫേഷ്യലും കൂടി ചെയ്യണം. പള്ളി എവിടെയാ? പെരുന്നാളിന് ഫേഷ്യൽ ചെക്കനെ വെള്ളത്തിൽ കിടക്കണേ. ഇത്ര മാത്രം ഒരുങ്ങാനുണ്ട് ഒരു പെരുന്നാളായിട്ട്? ഒരുങ്ങാണ്ടോന്നാ ഞാൻ ഡ്രസ് എടുക്കാൻ ഞാൻ 2 മണി പോവാൻ നിക്കണല്ലോ. പെരുന്നാളിന് പറഞ്ഞ പുത്തൂര് പള്ളി ചമ്പ പെരുന്നാള് അതൊന്നും കാണേണ്ടത് തന്നെയാ. ഇതിനിപ്പം എന്തുട്ടാ എല്ലാ പള്ളിയിലും അമ്പ് പെരുന്നാൾ തന്നെയാ. പുത്തൂർ പള്ളിയിൽ അമ്പ് പെരുന്നാൾ പറയാനായിട്ട് വേറെ വെറൈറ്റി ഒന്നും ഇല്ലല്ലോ. ആന്റണി, വെറൈറ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ അമ്പ് പെരുന്നാൾ നടത്തണേ. നമുക്കറിയാം പണ്ട് ഇവിടെ വസൂരി എന്ന മാറാ രോഗം ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു വികാരിച്ചൻ വിശുദ്ധ സെബസ്ത്യാനോസിനെ തിരുശേഷിപ്പെടുത്തുകൊണ്ട് വീടുകളൊക്കെ കയറി ഇറങ്ങി നാട്ടിൽ മൊത്തം വെച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് മാറാരോഗം വിട്ടുമാറി. അതായത് വലിയ അനുഭവം. അതിന്റെ ഒരു അനുസ്മരണമാണ് നമ്മൾ ഇന്ന് ഈ അമ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ വെറൈറ്റി ആയിട്ടല്ല കാണുന്നത്, പക്ഷെ അതൊരു അനുസ്മരണ ഒരു തിരുനാളായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഡീക്കൻ ഇവിടുത്തെ പെരുന്നാൾ കൂടിയിട്ടില്ലല്ലോ. ഇവിടുത്തെ പെരുന്നാൾ അതെന്താ പെരുന്നാൾ പറഞ്ഞോടുത്തെ? ഡീക്ക 15-ാം തീയതി വ്യാഴാഴ്ച മുതല് വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കള് 5 ദിവസം പുത്തൂര് പള്ളിയിൽ പെരുന്നാള് ഫുള്ളായിട്ട്. വെള്ളിയാഴ്ച വൈകിട്ട് സ്വിച്ച് ഓൺ. കഴിഞ്ഞിട്ട് നമ്മുടെ ബാൻഡ് നമ്മള് 17-ാം തീയതി ശനിയാഴ്ച ഞങ്ങളുടെ അമ്പതിനാള് അത് കണ്ടിട്ട് ഡീക്കൻ പറയും ബാക്കിയുള്ളത്. രാവിലെ 8 മണിക്ക് കൂട് തുറക്കും. അത് കഴിഞ്ഞാ പിന്നെ ഫുള്ള് പരിപാടിയാ. 18-ാം തീയതി ഞായറാഴ്ച 10 കുർബാന. അത് കഴിഞ്ഞ ഒരു 7-8 മണിയാകുമ്പോ പ്രദക്ഷിണം കയറി തുടങ്ങും. പ്രദക്ഷിണം കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മോളെന്താ വെടിക്കട്ടാ വർണ്ണ മഴയാണ്. കാണണം. തിങ്കളാഴ്ച ഒരു വെടിക്കെട്ട് ഗാനമേളയുണ്ട്. അതും കൂടി അയാൾ കിടക്കും പെരുന്നാള്. മതി നമുക്ക് പോവാ. ഡ്രസ് എടുക്കുന്നതും ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ സൂപ്പറാ. പക്ഷെ പെരുന്നാള് കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ഞായറാഴ്ച എത്തിക്കോണം. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടല്ലോ.